വായിച്ചു നോക്കി വിദഗ്ധരെന്താ പറയുന്നത് അറിയാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അതിലെല്ലാം വരുന്നത് ഈ പണം കിട്ടുമ്പോൾ തുണിയുടെ അളവ് കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും കമൻറ്റ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിരിക്കുന്നതല്ല, ഇവരത് അക്സെപ്റ്റ്, ഇവർ നോക്കുന്ന പോലുമില്ല. കമൻറ്റുകളൊക്കെ വരുന്നത് ഇവർക്കൊരു തരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു റീച്ചാണ്. അതായത് ഇങ്ങനത്തെ ഫോട്ടോ ഇടുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടും. എന്നാൽ ഇങ്ങനെ ഇടുന്ന ഫോട്ടോ അത് മറ്റു രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്ന് അറിഞ്ഞിട്ട് കൂടിയും ഈ ഫോട്ടോ ഇടുന്നത് ആരുടെ തെറ്റാണ്? ആ എഡിറ്റ് ചെയ്ത പിള്ളേരുടെ തെറ്റാണോ? അല്ല, പിള്ളേർ ചെയ്തത് തന്തയില്ലായ്മയും പോഗ്രത്തരവും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ പിള്ളേരെ ഈ രീതിയിലേക്ക് വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ആരാണ് ഉത്തരവാദി? നിങ്ങൾ തന്നെയല്ലേ ഉത്തരവാദി. പിന്നീട് വന്നിട്ട് കൈയും കരുവിട്ട് അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മൂസിന്റെ വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കമന്റ് ബോക്സിന് താഴെ എല്ലാം വരുന്നുണ്ട്. ഞാൻ ഇതെടുത്ത് കണ്ടന്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വയനാടൻ ബ്ലോഗർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വയനാടൻ ബ്ലോഗറിന്റെ കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണല്ലേ. ഇതെല്ലാം അയാൾക്കൊരു കണ്ടന്റ് ആണ്. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്ന ആളുകളെ പോലും അത് ഒരു കണ്ടന്റായിട്ട് കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, അപ്പോൾ ഇവർ ഈ രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്